നമസ്കാരം. ഇന്നേറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കാലാവസ്ഥ വ്യതിയാനവും മനുഷ്യരും എന്നുള്ളത്. കാലാവസ്ഥ മനുഷ്യ ജീവിതത്തെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതിലെ വ്യതിയാനങ്ങൾ നമുക്ക് ശുദ്ധവായും, ഭക്ഷണം, വെള്ളം, പാർപ്പിടോഗ്യം, ആരോഗ്യം എന്നിവ നൽകുന്ന പരിസ്ഥിതിയെ ബാധിക്കുന്നു. എന്തെല്ലാം വ്യതിയാനങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്? നമ്മുടെയൊക്കെ കോമൺ ടോക്കിൽ വരുന്ന ഒരു കാര്യമാണ്, എന്തൊരു ചൂട്, സഹിക്കാനാവുന്നില്ല അല്ലെ? ഇത്ര ആൾക്കൊക്കെ സൂര്യതാപം ഏച്ചിരിക്കുന്നു. കേൾക്കാറില്ലേ നമ്മൾ മഴക്കാലം അയച്ചു മഴ വേണ്ടത്ര കിട്ടാത്ത പരാതികൾ? അവിടെ നിന്ന് തുടങ്ങി അതിതീവ്ര മഴയും പ്രളയവും ഉരുൾപൊട്ടലും അഗ്നിപർവ്വത സ്ഫോടനവും ശക്തമായ കാറ്റും ഓരോ കൊല്ലവും പലയിടത്തും ഉണ്ടായിരിക്കുന്നു. 2018 പ്രളയവും കവളപ്പാറ ഉരുൾപൊട്ടലും ചുരൽമല വരെ എത്തി നിൽക്കുന്ന എത്ര പാടങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ വ്യതിയാനങ്ങൾക്ക് പിന്നിൽ മനുഷ്യരുടെ കൈകൾക്ക് പങ്കില്ലേ? തീർച്ചയായും ഉണ്ട്. അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നവരോ മനുഷ്യനും മറ്റു ജീവജാലവും. ഒന്ന് പുറത്തിറങ്ങിയാൽ പ്ലാസ്റ്റിക്കും ചപ്പിച്ചവറും നിറഞ്ഞ നടപ്പാതകളും റോഡുകളും തോടുകളും പറമ്പുകളും ആണ് ഉള്ളത്. മലയിടിച്ചോ, കാടുകൾ വെട്ടി, വയലുകൾ മണ്ണിട്ടു മനുഷ്യൻ പുരോഗതിയിലേറുമ്പോൾ നഷ്ടമാകുന്നത് കാർബൺ ബഹിർഗമനത്തിലൂടെ മനുഷ്യന്റെ നിലനിൽപ്പാണ്. ഒരു കവിതത്തെ ചോദ്യമാണ്: ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടവാസം സാധ്യമോ? പാരീസ് ഉടമ്പടി, ഗ്രീൻ ഇന്ത്യ, കേരള സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഈ കർമ്മ പദ്ധതികൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാ. അതിനായി നമ്മളും കൈകോർക്കുക. നന്ദി, നമസ്കാരം.